കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും പകരമായിട്ട് ഇന്ത്യൻ ടീമിലേക്ക് ഇംഗ്ലണ്ട് പര്യടനത്തിൽ ആരായിരിക്കും ചേരുക എന്നുള്ളത്. അതിനുള്ള ഉത്തരമായിട്ട് ഇപ്പോൾ ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കമന്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കരുൺ നായറിനെയും സായ് സുദർശനെയുമാണ് പുതുതായിട്ട് ടീമിലേക്ക് എടുത്തിരിക്കുന്നത്. സായ് സുദർശൻ ടീമിലെ പുതുമുഖമാണ്. കരുൺ നായരുടെ കാര്യം അറിയാലോ, 7 വർഷങ്ങൾക്ക് മുമ്പാണ് അവസാനമായിട്ട് ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് കളിച്ചത്. അതിനുശേഷം അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് വികാരപരമായിട്ട് ക്രിക്കറ്റ് എനിക്ക് ഒരു ചാൻസും കൂടെ തരാമോ എന്നുള്ള പോസ്റ്റുകളൊക്കെ ഇട്ട് നമ്മളെല്ലാവരും കണ്ടതായിരിക്കും. എന്തുകൊണ്ടാണ് കരുൺ നായറിന് വീണ്ടും ഒരു ചാൻസ് കിട്ടാത്തത് എന്നെല്ലാം നമ്മൾ കരുതിയിട്ടുണ്ടായിരിക്കും. എന്തായാലും നമുക്ക് ഇപ്പൊ ആരൊക്കെയാണ് ടീം എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റനായിട്ട് ശുഭ്മാൻ ഗില്ലാണ്. ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റനായിട്ട് ഋഷഭ് പന്ത് ഉണ്ട്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന IPL-ലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്ന ആള് ഋഷഭ് പന്താണ്. എങ്കിൽ പോലും വൈസ് ക്യാപ്റ്റനായിട്ട് തെരഞ്ഞെടുക്കുന്നത് ഋഷഭ് പന്തിനെയാണ്. കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഇംഗ്ലണ്ടിലെ ടെസ്റ്റിൽ നല്ലൊരു ചരിത്രമുള്ള ആൾ തന്നെയാണ് ഋഷഭ് പന്ത്. അതുപോലെ തന്നെ ടെസ്റ്റ് ബാറ്റ്സ്മാൻമാരിലെ ആദ്യത്തെ 10 സ്ഥാനമുള്ള ഒരു വിക്കറ്റ് കീപ്പറും കൂടെയാണ് ഋഷഭ് പന്ത് എന്ന് പറയുന്നത്. പിന്നെ ബാക്കപ്പ് ആയിട്ട് ധ്രുവ് ജുറലിനെയും കൂടെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, സായ് സുദർശൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ടീമിലെ പുതുമുഖമായിട്ട് വന്നിരിക്കുന്നത് സായ് സുദർശനാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന IPL-ലെ ഏറ്റവും ബെസ്റ്റ് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് സായ് സുദർശൻ എന്ന് പറയുന്നത്. ടെസ്റ്റിൽ അദ്ദേഹത്തിന്റെ പ്രകടനം എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അഭിമന്യു ഈശ്വരൻ, കരുൺ നായർ, നിതീഷ് റെഡ്ഡി, രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ, ഷർദുൽ താക്കൂർ, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, ആകാശ് ദീപ്, ഹർഷദീപ് സിംഗ്, കുൽദീപ് യാദവ്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, മുഹമ്മദ് ഷമിയുടെ പേര് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് IPL തന്നെയാണ്. അദ്ദേഹം പരിക്കിന് ശേഷം തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിന്റെ ആ പഴയ പ്രകടനം ഒന്നും തിരിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്തായാലും ടെസ്റ്റിലേക്ക് യുവതാരങ്ങൾ നിറഞ്ഞ ഒരു ടീമിനെ തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് പറഞ്ഞു വിടുന്നത്. എന്തായാലും ഇന്ത്യൻ ടീമിന്റെ തന്നെ ഭാവി ഇവരുടെ കയ്യിൽ എത്രമാത്രം സുരക്ഷിതമാണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് ഈ ടീമിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ആരെയാണ് ഈ ടീമിൽ മിസ്സായിരിക്കുന്നത്, ആരെയൊക്കെ ചേർക്കാമായിരുന്നു എന്നൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ കമന്റിൽ പറയാൻ മറക്കരുത്.